ഹലോ ഗൈസ്, അപ്പം നമുക്കിന്ന് പരിപ്പ് താളിച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് പരിപ്പ് എടുക്കുന്നുണ്ട്. അപ്പോൾ വീട്ടിലെങ്ങനെയാണ് ഞാൻ പരിപ്പിൻ്റെ കറി ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. ഞാൻ തേങ്ങ അരച്ച് ഉണ്ടാക്കാറില്ല, എനിക്കിഷ്ടമല്ല. പിന്നെ ഇവിടെ ആർക്കും അത്ര വലിയ താല്പര്യമല്ല. കുതിർത്ത പരിപ്പ് ചേർത്തു, അതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളം, പിന്നെ ഉപ്പ്, മഞ്ഞൾപ്പൊടി ചേർത്തു. പിന്നെ ഞാനൊരു തക്കാളി 3-4 കഷ്ണാക്കിയിട്ട് മുറിച്ചിട്ടിടാറുണ്ട്, അതങ്ങനെ ചേർത്തു. അതിനുശേഷം നടുവേ കീറിയ പച്ചമുളക് ചേർത്തു, അത് 2 എണ്ണമാണ് ചേർത്തത്. ശേഷം ഒരു ചെറിയ ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടി ചേർത്തിട്ട് അടച്ച് വെച്ചിട്ട് ഒരു 3 വിസിലാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി അടുത്തതിലേക്കുള്ള താളിപ്പാണ്. അതിന് വേണ്ടിയിട്ട് 3-4 ഉണക്കമുളക് വേണം. എരിവുള്ളതാണെങ്കിൽ 3 എണ്ണമൊക്കെ എടുത്താൽ മതി. ഞാൻ 4 എണ്ണം 5 എണ്ണമൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളീൻ്റെ അല്ലി വേണം, ഒരു 3-4 എണ്ണം. ശേഷം ഉള്ളിയാണ് വേണ്ടത്. ചെറിയ ഉള്ളിയാണെങ്കിൽ 10-15 എണ്ണം എടുക്കാം. ഞാനിത് ഒരു ഉള്ളി എടുത്തിട്ട് 4-5 കഷ്ണാക്കിയിട്ട് എടുത്തതാണ്. എന്നിട്ട് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ച രീതിയിൽ അരച്ചെടുക്കുക. അതിനുശേഷം ഒരു ചീനച്ചട്ടി എടുക്കുക, അതിനകത്തേക്ക് വെളിച്ചെണ്ണ ഒഴിക്കുക, 1-2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എന്നിട്ട് ഈ അരച്ച സാധനങ്ങളെല്ലാം കൂടി അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് കറിവേപ്പില കൂടി കിട്ടുകയാണെങ്കിൽ അതും കൂടി ചേർത്ത്. എൻ്റെ കയ്യിൽ കറിവേപ്പില ഇല്ലായിരുന്നു, അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് മല്ലിയിലയാണ് ചേർത്തത്. ശേഷം ഇതെല്ലാം കൂടി പച്ചമണം മാറുന്നവരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്ക് ഈ പരിപ്പിലേക്ക് ഇതങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് ഇത്രയും ചെയ്താൽ മതി. പിന്നെ അമ്മ കുറച്ച് കടുക് പൊട്ടിച്ചിടണം എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇച്ചിരി കടുകും കൂടി പൊട്ടിച്ചിട്ടു. അപ്പോൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.